എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുവചനം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ഓരോ ദൈവ പൈതലും ശ്രേഷ്ഠകരമായ സ്വഭാവമായ നിസ്വാർത്ഥതയുടെ ഉടമകളായി തീരുക. സ്വാർത്ഥത ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്താലും ഏത് കാര്യം ചെയ്താലും എനിക്ക് ശ്രേഷ്ഠകരമായത് എൻ്റെ കാര്യം നടക്കണമെന്നുള്ള ചിന്തയോടുകൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹത്തിന് നടുവ് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവനായി മാറുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചോദ്യം നമ്മോട് തന്നെ നാം ഒന്ന് ചോദിച്ചാൽ, സ്വന്തം ഗുണം അല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥരാണോ അതോ നിസ്വാർത്ഥരാണോ? നമുക്കറിയാം, ഏറിയ മനുഷ്യനും സ്വാർത്ഥത വെളിപ്പെടുന്നത് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ, ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ, വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. ഇതൊക്കെ എൻ്റെ കാര്യം കഴിഞ്ഞ് മതി മറ്റുള്ളവരുടെ എന്നുള്ള ചിന്ത നമുക്ക് കാണാറുണ്ടെങ്കിൽ, യേശു കർത്താവ് നമുക്ക് ഉപമയായി പറഞ്ഞു തരുന്നത് ഒരു ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് പറയുക, താൻ ദൂരദേശത്തേക്ക് യാത്ര പോകുമ്പോൾ വഴിയരികിൽ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. അവനെ കണ്ട് പലരും മറികടന്നു പോയെങ്കിൽ ഈ മനുഷ്യൻ അവനെ വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന വീഞ്ഞും എണ്ണയും വാഹനമൃഗവും പണവുമൊക്കെ ചിലവിട്ട് അവനെ കരുതിയ കരുതൽ നമ്മെ ഓർപ്പിക്കുകയാണ്. സ്വന്തം ഗുണത്തിന് വേണ്ടി കരുതി വെച്ച വീഞ്ഞ്, എണ്ണ, പണം, വാഹനമൃഗം, ഇതൊക്കെ മറ്റൊരുവന്റെ ഗുണത്തിന് വേണ്ടി, മറ്റൊരുവന്റെ കരുതലിന് വേണ്ടി, മറ്റൊരുവന്റെ പരിപാലനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന മനസ്സിൻ്റെ ഉടമകളായി മാറുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ആഹ്വാനം ചെയ്യുമ്പോൾ, ഏറിയ മനുഷ്യന് സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് അനുകരിക്കാതെ നല്ല സ്വഭാവത്തിൻ്റെ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന, ദയ കാണിക്കുന്ന, നിസ്വാർത്ഥ മനോഭാവത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ, അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ നമുക്ക് വേണ്ടി നിശ്ചയമായി വെളിപ്പെടും. ദൈവ തിരുമുഖത്തേക്ക് നോക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.